Good morning, students. This playlist is നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന പേപ്പറിലെ മൂന്നാമത്തെ മോഡ്യൂൾ ഏതാണത് കോംപ്ലക്സ് വേരിയബിൾ ഡിഫറൻഷിയേഷൻ. ആ ഒരു മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഞാൻ ഈ പ്ലേലിസ്റ്റിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എ ഫംഗ്ഷൻ. റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എ ഫംഗ്ഷൻ f of z is equal to 5z square minus 12z plus 3 plus 2y, and find their values. Find their values at z is equal to 4 minus 3a. ഇത് ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണ്? 5z square minus 12z plus 3 plus 2y. നമുക്ക് ഇതിൽ നിന്ന് അതിന്റെ റിയൽ പാർട്ട് യു കണ്ടുപിടിക്കണം, ഇമേജിനറി പാർട്ട് ബിയും കണ്ടുപിടിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം അതിന്റെ വാല്യൂസ് 4 മൈനസ് 3 അതിന്റെ വാല്യൂസ് എത്രയാണെന്ന് പറയാം. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് f of z is equal to 5z square minus 12z plus 3 plus 2y ആണെങ്കിൽ f of z എന്ന് പറഞ്ഞാൽ എന്താണ്? u plus i ആണ്. ഇവിടെ 5 into z എന്ന് പറഞ്ഞാൽ എന്താണ്? x plus iy ആണ്. അപ്പൊ z ന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? x plus iy കൊടുക്കുന്നു minus 12 into ഇവിടെ z ന് പകരം x plus iy കൊടുക്കുന്നു plus 3 plus 2y. ഇനി നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 into x plus iy the whole square. x നെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x സ്ക്വയർ. പിന്നെ iy നെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോഴോ i സ്ക്വയർ y സ്ക്വയർ. i സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1. അപ്പൊ നമുക്ക് -y സ്ക്വയർ പ്ലസ് 2y i into 2x. 2ab എന്നുള്ള ടേമാണ് i into x. ഇനി into minus 12 into x plus iy plus 3 plus 2. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 5x സ്ക്വയർ മൈനസ് 5y സ്ക്വയർ പ്ലസ് 10xy മൈനസ് 12x മൈനസ് i into 12y plus 3 plus 2y. നമ്മൾ ബ്രാക്കറ്റ് കംപ്ലീറ്റ് റിലീസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്ത റിയൽ പാർട്ട് ഒക്കെ ഒരുമിച്ച് ചെയ്ത റിയൽ പാർട്ട് ഏതാണ്? 5x സ്ക്വയർ മൈനസ് 5y സ്ക്വയർ മൈനസ് 12x പ്ലസ് 3. ഇതെല്ലാം റിയൽ പാർട്ടാണ്. ഇമേജിനറി പാർട്ട് നമ്മൾ ഒരുമിച്ച് എടുക്കാം. ഇമേജിനറി പാർട്ട് ആദ്യത്തെ ഇമേജിനറി പാർട്ട് എന്താണ്? 10xy പിന്നെ ഏതാണ്? മൈനസ് 12y പിന്നെ ഏതാണ്? പ്ലസ് 2. അപ്പോൾ യു പ്ലസ് ഐ ബി എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? 5x സ്ക്വയർ മൈനസ് 5y സ്ക്വയർ മൈനസ് 12x പ്ലസ് 3. ഇമേജിനറി പാർട്ട് എന്താണ്? 10xy മൈനസ് 12y പ്ലസ് 2. ഇനി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ യുവിന്റെ വാല്യൂ എത്ര കിട്ടുന്നത്? യു ഇസ് ഈക്വൽ ടു 5x സ്ക്വയർ. ഇവിടെ റിയൽ പാർട്ട് ഏതാണ്? 5x സ്ക്വയർ മൈനസ് 5y സ്ക്വയർ മൈനസ് 12x പ്ലസ് 30. അതുപോലെ ഇമേജിനറി പാർട്ട് എന്താണെന്ന് നോക്കിയേ. ഇമേജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐയുടെ കമ്പോണന്റ് 10xy മൈനസ് 12y then പ്ലസ് 2. ഓക്കെ, ഇത് നമ്മളോട് ചോദിച്ചത് റിയൽ പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചു 5x സ്ക്വയർ മൈനസ് 5y സ്ക്വയർ പ്ലസ് മൈനസ് 12x പ്ലസ് 3. ഇമേജിനറി പാർട്ട് കണ്ടുപിടിച്ചു 10xy മൈനസ് 12y പ്ലസ് 2. റിയൽ പാർട്ട് കിട്ടി, ഇമേജിനറി പാർട്ട് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് their values at z is equal to 4 minus 3 എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ z is equal to 4 minus 3 ആകുമ്പോൾ z ന്റെ ഫോം എന്താണ്? x plus iy ഫോം ആണ്. അതാണ് z നമുക്ക് തന്നിരിക്കുന്ന 4 minus 3a. അപ്പൊ x സമം എന്തായിരിക്കും? 4 ആയിരിക്കും. y സമം എന്തായിരിക്കും? -3. അപ്പൊ നമ്മള് u at 4 minus 3 കാണാം. അതായത് x ന്റെ സ്ഥാനത്ത് 4ഉം y യുടെ സ്ഥാനത്ത് നമ്മൾ എന്തും കൊടുക്കണം? -3 കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് നോക്കാം? 5 into x ന് 4 കൊടുക്കുമ്പോൾ 16 മൈനസ് 5 into y ക്ക് നമ്മൾ -3 കൊടുക്കുമ്പോൾ 9 into 9 മൈനസ് 12 into x ന് നമ്മൾ എത്ര കൊടുക്കുന്നു? 4 കൊടുക്കുക പ്ലസ് 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16 into 5 6 into 80 മൈനസ് 45 മൈനസ് 12 into 4 48 പ്ലസ് 3. അപ്പൊ നമുക്ക് 45 നമുക്ക് എന്ത് വരും? -93 വരും. അപ്പൊ -90 വരും.
80 മൈനസ് 90 നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? -10. അപ്പൊ റിയൽ പാർട്ട് 4 മൈനസ് 3 വാല്യൂ എത്രയാണ്? -10. ഇതേപോലെ തന്നെ ഇമേജിനറി പാർട്ട് കാണാം. ഇമേജിനറി പാർട്ട് 4 മൈനസ് 3 കാണുമ്പോൾ നമുക്ക് 10 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കണ്ടേ? എക്സിന്റെ സ്ഥാനത്ത് 4, വൈയുടെ സ്ഥാനത്ത് കൊടുക്കണം -3, വൈയുടെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടത് -3 then +2. അപ്പൊ ഇവിടെ ഇമേജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ 10xy - 12y +2 ആയിരുന്നു. എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 4 കൊടുത്തു, വൈയുടെ സ്ഥാനത്ത് നമ്മൾ -3 കൊടുത്തു, രണ്ടാമത്തേത് വൈയുടെ സ്ഥാനത്ത് -3 കൊടുത്തു, +2 കൊടുത്തു. ഇത് ഗുണിച്ച് കഴിയുമ്പോൾ 24 20 20 മൈനസ് 60, 24 40 ഇൻറ്റു -120 ഇവിടെ പ്ലസ് -12 ഇൻറ്റു -3 36 വരും പ്ലസ് 38. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? -120 പ്ലസ് 38. -120 പ്ലസ് 38 എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡിഫറൻസ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? -8. 10 9. അപ്പൊ നമുക്ക് യുവിന്റെ വാല്യൂ എത്ര കിട്ടി? -10 കിട്ടി. വിയുടെ വാല്യൂ എത്ര കിട്ടി? -82. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇസഡിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഐ വി കൊടുക്കുക. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി ആണ്. ഈ എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഐ വി കൊടുത്തത് എക്സ്പാൻഡ് ചെയ്യുക. അതിൽ റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതാം, ഇമേജിനറി പാർട്ട് ഒരുമിച്ച് എഴുതാം. അത് യു പ്ലസ് ഐ വിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യുവിന്റെ വാല്യൂ കിട്ടും, വിയുടെ വാല്യൂ കിട്ടും. യു ആണ് റിയൽ പാർട്ട്, വി ആണ് ഇമേജിനറി പാർട്ട്. അങ്ങനെ റിയൽ പാർട്ടും ഇമേജിനറി പാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ വാല്യൂസ് ചോദിച്ചിട്ടുണ്ട്. ഇസഡ് ഈക്വൽ 4 മൈനസ് 3 ആകുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 4 കൊടുക്കണം, വൈയുടെ സ്ഥാനത്ത് 3 കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ യുവിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടണേ? യു 4 മൈനസ് 3 എന്നുള്ളത് -10 കിട്ടും. ഇമേജിനറി പാർട്ട് വി 4 മൈനസ് 3 എത്ര കിട്ടണേ? -8 കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KP ചോദിച്ചതാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.